കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ നടന്ന അതിരടി സിനിമയുടെ ഇവന്റിനിടെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ്. ചിത്രത്തിലെ താരങ്ങളായ ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, റിയ ഷിബു തുടങ്ങിയവരെല്ലാം പരിപാടി പങ്കെടുക്കാനെത്തിയിരുന്നു. രഞ്ജിനി ഹരിദാസ് ആയിരുന്നു അവതാരിക. വലിയ ആൾക്കൂട്ടത്തിൽ ബീച്ചിൽ താരങ്ങളെ കാണാൻ തടിച്ചുകൂടിയത്. തിക്കിലും തിരക്കിലും പെട്ട് പലരെയും കാണാതാകുക വരെ ഉണ്ടായി. ഇതോടെ മക്കളെ കാണാനില്ലെന്ന് മൈക്കിലൂടെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ പരിപാടിയുടെ സംഘാടകരെ ബന്ധപ്പെട്ടു. അവർ അറിയിച്ചതിനെ തുടർന്ന് രഞ്ജിനി ഹാരിസ് കുട്ടിയുടെ പേരും പ്രായവും വായിക്കുകയും ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. രഞ്ജിനിക്കൊപ്പം വേദിയിൽ ടോവിനോയും ഉണ്ടായിരുന്നു. രഞ്ജിനി പേര് വായിക്കുന്നതിനിടെ കാണികൾക്കിടയിൽ ചിലർ തമാശ പറയുന്നതും ബഹളം വെക്കുകയും ചെയ്തു. ഇതോടെ ടൊവിനോ മൈക്ക് വാങ്ങുകയും അവരോട് ശാന്തരാകാൻ പറയുകയും ചെയ്തു. "പ്രിയപ്പെട്ടവരെ, ഷേക്ക് ഹാൻഡും തരാം, ഫോട്ടോയും തരാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ് കാണാതായിരുന്നെങ്കിൽ നിങ്ങളുടെ നെഞ്ചിൽ ചെറിയൊരു നെഞ്ചിടിപ്പുണ്ടാകില്ലേ?" എന്നാണ് ടൊവിനോ ചോദിച്ചത്. പിന്നാലെ രഞ്ജിനി പേര് വായിക്കുന്നത് തുടർന്നു. "ഈ പേരുകൾ പറഞ്ഞ ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ?" എന്ന് ടോവിനോ മൈക്കിലൂടെ ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്നൊരു "ഇവിടെയുണ്ട്" എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് നിന്ന് തൻ്റെ സുഹൃത്തിനെ കൈപ്പൊക്കി കാണിച്ചു. ആരാധകരുടെ ഈ തമാശയ്ക്കെതിരെ ശക്തമായ നിലപാട് ടൊവിനോയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. "ഇത് തമാശ പറയേണ്ട വിഷയമല്ല സുഹൃത്തേ. പ്ലീസ് മനസ്സിലാക്കൂ. ചില കുട്ടികളെ കാണാൻ ഇല്ലെന്ന് പറഞ്ഞു. ഈ പേരുള്ള കുട്ടികൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരിക. തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറയുകയും ചെയ്യുക. അവരെ കിട്ടുന്നതുവരെ വീട്ടുകാർക്ക് സമാധാനം കാണില്ല. നമുക്കും ആ സമാധാനം ഉണ്ടാകരുത്. ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കൂ. അവരെ എത്രയും വേഗം കണ്ടുപിടിക്കൂ" എന്ന് ടൊവിനോ പറഞ്ഞു. പിന്നെ രഞ്ജിനിയും ആരാധകനും മറുപടി നൽകി. "എന്ത് ബോറാണ്. ഒരാളെ കാണുന്നില്ലെന്ന് പറയുമ്പോൾ തമാശ. ഇതാണോ മനുഷ്യരുടെ പ്രശ്നം? 10 പേര് ചാവുമ്പോൾ കിടന്ന് ചിരിക്കും നിങ്ങൾ. ഇത്രയും പേര് മനോഹരമായി നിൽക്കുമ്പോൾ ഇവിടെയിരിക്കൊരെണ്ണം. നിന്റെ മുഖം ഒരിക്കലും ഞാൻ മറക്കില്ല" എന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞു.